ഇപ്പോഴും എപ്പോഴും എന്നേക്കും തനിക്ക് സ്തുതി സ്തോത്രങ്ങൾ പാടുമാറാകണമേ. മോറാൻ ബാലോഹാൻ ലവൽ മീൻ. സാഗരമേ എന്തിനു നീ പാഞ്ഞു, യോർദാനേ എന്തിനു നീ പിൻവാങ്ങി. ഭൂമിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേലിയോൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിനെ ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവിടെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിലെത്തി. ആമീൻ. ഹബീബായി ബാറക്കുമോ. ധന്യൻ ചൊൽകട്ടെ നീ ദൈവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയുടെ ശാപം. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷിയിരിക്കുന്ന ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്നരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർമ്മിക്കയില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്ത ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ ന്യൂനം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അമീനായി ഭാഗ്യമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ദർശിച്ചു ജലം ദേവേശ, നിന്നെ ദർശിച്ചു ജലം ഭിയാർന്നു. നാം മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ജീവ കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയായ ജനതകളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിന് ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടിയിരുന്നു. അദ്ദേഹം ശമരിയാക്കാരുടെ സൂഖാർ എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ ചെന്നു. ഇത് യാക്കോബോസ് പുത്രനായ യൗസേപ്പിന് നൽകിയിരുന്ന ഗ്രാമത്തിനടുത്തുള്ളതായിരുന്നു. അവിടെ യാക്കോബിന് ഒരു കിണറുണ്ടായിരുന്നു. യേശു യാത്രാക്ലേശം കൊണ്ട് വിഷമിച്ച് ആ കിണറിൻ്റെ അരികെ ഇരുന്നു. സമയം 6 മണിയായിരുന്നു. ശമരിയാക്കാരിൽ നിന്നൊരു സ്ത്രീ വെള്ളം കോരുവാനായി വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനം വാങ്ങുവാനായിട്ട് പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ ശമരിയാക്കാരി സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് യഹൂദനായിരിക്കെ ശമരിയാക്കാരോട് എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ്? യഹൂദർക്ക് ശമരിയാക്കാരോട് സമ്പർക്കമില്ലല്ലോ. യേശു തമ്പുരാൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എനിക്ക് കുടിപ്പാൻ തരിക എന്ന് ചോദിച്ചവൻ ആരാണെന്നുള്ളത് അറിഞ്ഞില്ല എങ്കിൽ നീ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശു തമ്പുരാനോട്, പ്രഭു, അങ്ങയുടെ പക്കൽ കോരുവാനുള്ള പാത്രമില്ലല്ലോ. കിണർ ആഴമുള്ളതാകുന്നു. ജീവജലം അങ്ങയ്ക്ക് എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ പിതാവായ യാക്കോബിനേക്കാൾ അങ്ങ് വലിയവനോ? അദ്ദേഹമാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ ആടുമാടുകളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചത് എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹമുണ്ടാകും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളമാകട്ടെ കുടിക്കുന്ന യാതൊരുവനും പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാകുകയില്ല. എന്നാൽ കൊടുക്കപ്പെടുന്ന ജലം അവനിൽ നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭു, എനിക്ക് ദാഹിക്കാതെയും എവിടെയെന്ന് എനിക്ക് വെള്ളം കോരുവാനിടയാകാതെ ഇരിപ്പാനായി ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അവൾ യേശു തമ്പുരാനോട്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു.
യേശുദമ്പുരാൻ അവളോട്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. എന്തെന്നാൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ട്. ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഈ സത്യമാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശുദമ്പുരാനോട്, പ്രഭോ, അങ്ങ് ഒരു ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധന നടത്തിയത്. ആരാധന ചെയ്യേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, എന്നിൽ വിശ്വസിക്കുക. പിതാവിനെ ആരാധിക്കേണ്ടത് ഈ മലയിലുമല്ല യെരൂശലേമില്ല എന്ന് പറയുന്ന ഒരു സമയം വരും. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ യഹൂദന്മാരിൽ നിന്നുള്ളതാകും ഉണ്ടാകുന്നത്. എങ്കിലും യഥാർത്ഥ ആരാധകന്മാർ പിതാവിനെ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. പിതാവ് ഇങ്ങനെയുള്ള ആരാധകനെയാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കേണ്ടതാകുന്നു. ആ സ്ത്രീ അദ്ദേഹത്തോട്, മശിഹ വരുമെന്നും അദ്ദേഹം വരുമ്പോൾ സകലവും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു മശിഹ എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ വന്ന് ആ സ്ത്രീയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് അവർ ആശ്ചര്യപ്പെട്ടു. എങ്കിലും അങ്ങ് എന്ത് അന്വേഷിക്കുന്നുവെന്ന് അവളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ഒരുവനും ചോദിച്ചില്ല. ആ സ്ത്രീ അവളുടെ കുടം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ആളുകളോട്, ഞാൻ ചെയ്തിട്ടുള്ള സകലവും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കാണും, പക്ഷേ അദ്ദേഹം മശിഹായിരിക്കാം എന്ന് പറഞ്ഞു. ആളുകൾ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭക്ഷ്യം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭക്ഷിപ്പാനായി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കാമെന്ന ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശുദമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ആചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗർഭത്തെ നിവൃത്തിയാക്കുകയും ചെയ്യുന്നതുമാകുന്നു. 4 മാസങ്ങൾക്ക് ശേഷം കൊയ്ത്താകുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ കണ്ണുയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ കൊയ്ത്തിനടുത്തിരിക്കുന്ന വയലുകളെ ഇതാ കാണുവീനെന്ന് നിങ്ങളോട് പറയുന്നു. കൊയ്യുന്നവർ പ്രതിഫലം പ്രാപിക്കുന്നു, നിത്യജീവനിലേക്ക് ഫലങ്ങളെ ശേഖരിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. വിധിയൊരുക്കുന്നവനും കൊയ്യുന്നത് മറ്റൊരുവനും എന്നുള്ളത് യഥാർത്ഥമാകുന്നു. നിങ്ങൾ ആയാസം കൂടാതെ ഉണ്ടായിട്ടുള്ളതിനെ കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവർ ആയാസപ്പെട്ടു, അവരുടെ ആയാസഫലത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ള സകലവും അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് സാക്ഷി നൽകിയ ആ സ്ത്രീ വാക്ക് നിമിത്തം ആ പട്ടണക്കാരായ അനേകം ശമരിയർ അദ്ദേഹത്തെ വിശ്വസിച്ചു. ആ ശമരിയർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളോടുകൂടി താമസിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 2 ദിവസം അദ്ദേഹം അവരുടെ അടുക്കൽ താമസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വചന നിമിത്തം അനേകർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട്, ഇനി നിന്റെ വാക്ക് നിമിത്തമല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്, സത്യമായിട്ടും ലോകരക്ഷിതാവായ മശിഹാ ഇദ്ദേഹം തന്നെയെന്ന് ഞങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. മറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിനെ പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. അവർ നീ രഹസ്യങ്ങളുടെ അഗാധ തലമായി മശിഹ തമ്പുരാനെ മനുഷ്യ സ്നേഹത്തോടെ നീ ഭൂമി പ്രത്യക്ഷനാവുകയും മനുഷ്യരോട് സഹവസിക്കുകയും ചെയ്തതിനാൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ ദൈവത്വത്തിൻ്റെ മഹനീയ കിരണങ്ങളാൽ ഭൂതലത്തെ പ്രകാശിപ്പിക്കുകയും അതിലെ വിശുദ്ധ ജലത്തിൽ പിശാചുഗണത്തെ മുക്കിക്കൊന്ന് ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചുകളെയും ചെയ്തവനായ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൈപ്പായ ജലത്തെ മോശമുഖാന്തരം മരുത്ത രുചികരമാക്കി തീർത്തവനും വെള്ളം നിന്നെ സ്വീകരിച്ചതിനാൽ വെള്ളത്തിൻ്റെ പ്രകൃതിയെ പരിപൂർണമായി അനുഗ്രഹിച്ചവനും ഉറവുകളുടെ സൃഷ്ടാവും അവയെ ശുദ്ധീകരിക്കുന്നവനുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുഷിച്ച ജലത്തെ ഏലീശ ദീർഘദർശി മുഖാന്തരം ഹിതകരമാക്കി തീർക്കുന്നവനും
ഇപ്പോൾ നിന്റെ മഹാജ്ഞാനത്താൽ തന്നിൽ നിന്നുള്ള സ്വസ്ഥതയും വെടുപ്പും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സദാ നൽകിക്കൊണ്ടിരിക്കുന്നവനുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവലോകത്തിന്റെ നിരപ്പിലും സമാധാനത്തിനും വേണ്ടിയും പുണ്യവാന്മാരും ബഹുമാന്യരും ഭാഗ്യവാന്മാരുമായി ഞങ്ങളുടെ പിതാക്കന്മാരും പാത്രീസന്മാരുമായ അവന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും മോറോന്മാർ ബെസേലിയോസിനും മോർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അവന്മാർ തീമോത്തിയോസിനു വേണ്ടിയും സദ്വിശ്വാസികളെ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും അവരുടെ ആചാരത്ത ഇടവുകൾക്ക് വേണ്ടിയും ഉപദ്രവങ്ങളിൽ നിന്നുള്ള അവയുടെ കാവലിനു വേണ്ടിയും വിശ്വാസികളും അധികാരം വഹിച്ചിരിക്കുന്നവരുമായ ഭരണാധികാരികളുടെ സംരക്ഷണത്തിനു വേണ്ടിയും ദൈവമാതാവേയും മറിയാമിൻ്റെയും പരിശുദ്ധന്മാരുടെയും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും ഞങ്ങളുടെ യഥാർത്ഥ ദൈവമായ മശിഹ പ്രകാശങ്ങളുടെ ഈ മഹനീയ ദിവസത്തിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും നിന്റെ ശ്രേഷ്ഠ ജ്ഞാനത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും നിന്നോടുള്ള ഭക്തിയിലും ആകൽക്രസായി ലജ്ജിപ്പിക്കുകയും മാലാഖമാരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പരസ്പര സ്നേഹത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും ഞങ്ങളുടെ വംശത്തോടുള്ള നിന്റെ നൽവരങ്ങൾക്ക് സഹായങ്ങൾക്കും ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ചെവിക്കൊണ്ട് ഉത്തരമാറി ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ഈ ശുശ്രൂഷയുടെ പ്രധാന സന്ദർഭത്തിലേക്ക് വരികയാണ്. വിശുദ്ധ കുർബാനയിലെ പോലെ തന്നെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ചൊല്ലി പരിശുദ്ധാത്മ ആവാസം നടത്തപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്തൗമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ലവനെയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ യോഗ്യരായി തീരണമേ. വഴിതെറ്റിപ്പോയിരുന്ന ജാതികളെ മുഴുവൻ നമ്മുടെ അടുക്കലേക്ക് നിന്റെ ആഗമനത്താലും ദൈവിക സ്നാനത്താലും പ്രകാശിപ്പിക്കുകയും വിശുദ്ധത്തിൻ്റെ ത്രിവത ശോഭകളോടുകൂടി പ്രകാശത്താൽ ദൈവികമായ ആരാധനയ്ക്ക് ഞങ്ങളെ പുനരാനയിക്കുകയും ചെയ്ത നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുമിശിഹായ്ക്ക് സ്തുതി. തനിക്ക് ഇതിനാ പെരുന്നാൾ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ാദിന്റെ പ്രകാശവും പിതാവിന്റെ പുത്രനും വചനവുമായ മശിഹ പൂർവ്വകാലത്ത് അന്ധകാരത്തിലും മരണനിഴലിലും സ്ഥിതിയിരുന്ന ഞങ്ങൾക്ക് നീ രക്ഷകനും ഉദ്ധാരകനുമായി പ്രകൃതിക്കപ്പുറമായ മറ്റൊരു പ്രമാണത്താൽ കാലപൂർണതയിൽ കന്യകയുടെ മടിയിൽ നിന്ന് ഉദയം ചെയ്തു. മുന്നാലോചന പ്രകാരം ഭൂമുഖത്തെ നനയ്ക്കുവാൻ വേണ്ടി 4 നദികളിൽ വിഭജിക്കപ്പെടുന്ന ഒരു ഉറവ ഭൂമിയിൽ നിന്നുളവാൻ നീ കൽപ്പിച്ചു. കാലത്തികവിൽ സുവേശ പ്രസവമാകുന്ന പ്രവാഹത്താൽ ഭൂതലാത്തിലെ അതിർത്തികളെ നീ മൂടി. മരണകരമായ വെള്ളത്താൽ ദുഷ്ടന്മാരുടെ അഹങ്കാരത്തെ നീ നീതിയോട് നീ ശമിപ്പിച്ചു. ദിവ്യജാന ശ്രോതാക്കളിൽ രോമക്കെട്ടിന്മേൽ മഴ എന്ന വേദം ഇറങ്ങിക്കൊണ്ട് സമുദ്രങ്ങളെ നീ മൂടി. ചെങ്കടലിനെ വടിയുടെ അടിയാൽ വിഭജിക്കുകയും വാഗ്ദത്ത ദേശത്തേക്ക് ബന്ധപ്പെട്ടോടിക്കൊണ്ടിരുന്ന ജനത്തെ കരയിൽ കൂടി എന്ന വിധം നീ കടത്തിവിടുകയും ചെയ്തു. അഹങ്കാരികളായ ഫറവോനെയും സൈന്യങ്ങളെയും
ആഴത്തിലേക്ക് തള്ളിവിട്ടു. ഞങ്ങളെ ആകട്ടെ സമുദ്രത്തിലെ ദുഃഖജനകമായ ഓളങ്ങളിൽ നിന്നെന്ന വിധം പിശാചുക്കളുടെ കഠിനതയിൽ നിന്ന് നീ സ്വാതന്ത്ര്യപ്പെടുത്തി. ദാഹിച്ചിരുന്ന ജനത്തിന് ഇഷ്ടനായ മോശ മുഖാന്തരം പാറയിൽ നിന്ന് നീ വെള്ളം നൽകി. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലവാഹികളായ നദികളെ പ്രവഹിക്കുന്ന യഥാർത്ഥമായ പാറ നീയാകുന്നു. കർത്താവേ, നീ വെള്ളത്തിൻ്റെ കൈപ്പുരസത്തെ മരക്കും വിട്ട് മധുരരസമുള്ളതാക്കി മാറ്റി. ബഹുമാന്യമായ സ്ലീബായിൽ വെച്ച് തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും മൂലം വിജാതിയർക്ക് നീ വെടിപ്പുണ്ടാക്കി. ദീർഘീർഷയുടെ പ്രാർത്ഥനയാലും ഉപ്പിനാലും എറിഹോവിലെ ജലത്തിൻ്റെ വിനാശാവസ്ഥയെ പോഷകാവസ്ഥയിലേക്ക് നീ തിരിച്ചു വരുത്തി. യോർദാനിലേക്കുള്ള നിന്റെ അവരോഹണത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. നിന്റെ ജലസ്നാനത്താൽ ആത്മീയ നാശത്തിൽ നിന്നുള്ള സ്നാനം എന്ന നിലയിൽ നിന്റെ ദൈവത്വത്തിന് സാദൃശ്യമായ ജനത്തെ നീ നൽകി. കർത്താവെ, ഇപ്പോൾ ഞങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന വെള്ളത്തെ ലോകാതീതമായ ആ മൂന്ന് പ്രകാശങ്ങളുടെ തൃത്വമായ ആഹ്വാനം മൂലം സകല സന്തോഷങ്ങളെയും വർദ്ധിപ്പിക്കുന്നതാക്കി തീർക്കണമേ. ഇതിനെ ആശ്വാസജലവും സകല പാപമാലിന്യങ്ങളുടെ നിർമ്മലീകരണവും ആത്മശരീരങ്ങളുടെ വൈദ്യവുമാക്കി തീർക്കണമേ. ഈ വെള്ളത്തെ രോഗികളെ സ്വസ്ഥമാക്കുന്നതും വന്ധ്യത്വത്തെ പരിഹരിക്കുന്നതും ഭവനങ്ങളെ സംരക്ഷിക്കുന്നതും പിശാച, കുരുള്ള, അസൂയ, കൊലപാതകം, വിദ്വേഷം, വൈരാഗബുദ്ധി, ശുദ്രം, ആഭിചാരമായ പ്രയോഗം, വിഗ്രഹാരാധന എന്നിവയും സകലവിധ പൈശാചി പ്രവർത്തനങ്ങളെയും നിഷ്കാസനം ചെയ്യുവാൻ കഴിവുള്ളതും വായുമണ്ഡലത്തിലെ അപകടങ്ങളെ നീക്കിക്കളയുന്നതും എല്ലാ നാശകരമായ അവസ്ഥാന്തരങ്ങളെയും ബഹിഷ്കരിക്കുന്നതും വിത്തുകളെ വളർത്തുന്നതും മുളകളെ സംരക്ഷിക്കുന്നതും ഫലങ്ങളെ പാകമാക്കുന്നതും ആക്കി തീർക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇത് ജീവദായകവും രക്ഷാകരവുമായി ഭവിക്കണമേ. നീ നന്മകളും സകല പൂർണ്ണ നൽവരങ്ങളും നൽകുന്നവനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നാഥനും ഞങ്ങളുടെ സൃഷ്ടിയുടെ സഹായമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും നേക്കും ഞങ്ങൾ സ്തുതി സ്തോത്രം കരയേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും അവിടുത്തെ ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ റൂഹാദാൻ പരിശുദ്ധൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളുടെ മേലും രണ്ടു ലോകങ്ങളിലും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. പാർക്കുമ്പോൾ നാം എല്ലാവരും ദൈവജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിച്ചുകൊണ്ട് നന്നായി നിന്ന് ബഹുമാനപ്പെട്ട വട്ടക്കാരൻ്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളും പിതാവിനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യവും എല്ലാത്തവനും സാരാംശത്തിൽ പിതാവിന്റെ സ്വന്തമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നൽകി വിശുദ്ധരൂഹായ ദൈവമാതാവിഷ്ണു അറിയാമെന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിതറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാത്തോടെ തീരുമാനിക്കുന്നവനും തന്റെ അവസാനമില്ലാത്തവനുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും ഏകവിസ്തവേ ഞങ്ങൾ വിശ്വസിക്കുന്നു.
വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ അടുക്കലും പരിപാലിക്കുന്നതിന്റെ ധീരമായി ഞങ്ങൾ പാർക്കുന്നു. ആർക്കുമോസ്തവൻ കാലോ മറയ്ക്കുമോർ മഹാനും ശ്രേഷ്ഠനും സ്തുതികൾക്ക് അതീതനും ക്രൂപേന്മാരുടെ മേൽ ആരോടനും ശ്രോപേന്മാർ സ്തുതിക്കപ്പെടുന്നവനും മഹനീയങ്ങളും വിസ്മയനീയങ്ങളും ശ്രേഷ്ഠങ്ങളും ദുർഗ്രഹങ്ങളും സംഖ്യാതീതങ്ങളുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ ദൈവമേ, കൈപ്പരസമുള്ള ജലത്തെ ശ്ലീപാമരത്തിൻ്റെ ദൃഷ്ടാന്തത്താൽ മോശമുഖാന്തരം നീ രുചികരമാക്കി തീർത്തു. ദാഹിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ നീ കുടിപ്പിച്ചു. ദുഷിച്ചതും ഗുണരഹിതവും വിനാശകരവുമായ വെള്ളത്തെ എലിശ ദീർഘർഷി മുഖാന്തരം യഹോവയിൽ വെച്ച് പദാർത്ഥമയമായ ഉപ്പ് മൂലം നീ ഹിതകരമാക്കി തീർത്തു. സ്വർഗീയ ഉപ്പാകുന്ന മശിഹാ തമ്പുരാനെ, ഈ രഹസ്യത്തെ മുൻകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വർദ്ധിച്ചു വരുകി ഭൂമിയിൽ നിറമീനെന്നുള്ള നൽവരം നിന്റെ ജനത്തിന് നീ നൽകി. സകലത്തെയും ദൃഷ്ടിച്ച് സന്നദ്ധമാക്കുന്നവൻ എന്ന നിലയിൽ ഗലീലയിലെ കൊത്തനയിൽ വെച്ച് അവരുടെ നിയമായ നിന്റെ ജ്ഞാനത്താൽ വെള്ളത്തിൻ്റെ സ്വഭാവത്തെ നല്ല വീഞ്ഞായിട്ട് നീ രൂപാന്തരപ്പെടുത്തി. യോഹന്നാൻ സ്നാപകനിൽ നിന്നുള്ള മാമോദീസ മൂലം യോർദാനിലെ ഒഴുക്കിനെ നീ വിശുദ്ധമാക്കി. കർത്താവേ, ഇപ്പോൾ സ്വർഗീയവും ആത്മീയവുമായ ഉപ്പിനെ അനുഗ്രഹവും അദൃശ്യവുമായ എൻ്റെ ശക്തിയാൽ അവർണ്ണനീയമായ നിന്റെ മനുഷ്യപ്രീതിക്കും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലം ഞങ്ങളെ മുമ്പാകെ വച്ചിരിക്കുന്ന ഈ വെള്ളത്തെ ആശീർവദിച്ച് ഇതിൽ പ്രാപിക്കുന്ന അനുഭവിക്കുകയും ചെയ്യുന്ന സകലർക്കും ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയും വൈദ്യത്തിനും ഇത് പര്യാപ്തമായി തീരത്തക്ക വേണം. കൃപയുടെ ശക്തിയും വിശുദ്ധ റൂഹായുടെ ആചാര്യ വ്യാപാരത്തിനും ഇതിൽ അയച്ചു തരണമേ. നിനക്കും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഓശോ വെള്ളത്തിന്റെ സൃഷ്ടാവും സകലത്തിന്റെ നിർമ്മിതാവും സകലത്തെ സൃഷ്ടിക്കുകയും വ്യത്യാസപ്പെടുത്തുകയും ചെയ്യുന്നവനുമായ കർത്താവേ, നിന്റെ വിശുദ്ധാത്മശക്തിയാലെ വെള്ളത്തെ അനുഗ്രഹിച്ച് സകല പൈശാചിക വ്യാപാരങ്ങൾക്കും എതിരായുള്ള കൃപയും ശക്തിയും ഇതിന് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ പാനം മൂലമോ തളിപ്പ് മൂലമോ മറ്റേതെങ്കിലും വിധത്തിലോ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നിന്റെയും വാഴ്ത്തപ്പെട്ടതും ഭാഗ്യവാനുമായ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ചനുമായ നിന്റെ പിതാവിനും സകലത്തിലും വിശുദ്ധനും ഉത്തമനും അതിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായുടെ കൃപയാലും ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയും നിന്നുള്ള ധാരാളമായ കരുണയും ദുഷ്ടനിൽ നിന്നുള്ള അകൽച്ചയും ജീവരക്ഷയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഓശോ പറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമ്പോൾ നാം എല്ലാവരും ഭക്തിയോടും പരിഭാഗത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി ഭംഗിയായി നിന്നുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ കൈകളാൽ അനുഗ്രഹിക്കപ്പെടുന്ന ഈ വെള്ളത്തിൽ ചുറ്റിയുറപ്പിച്ച് അതിനുവേണ്ടി സർവവല്ലഭനായ ദൈവത്തിങ്കൽ സമാധാനമായും ശാന്തമായും പ്രാർത്ഥനയും യാചനയും സമർപ്പിക്കണം. ഈ ശുശ്രൂഷ കരുണയും സമാധാനവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരുടെയും മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീ മഹാനും നിന്റെ പ്രവർത്തികൾ ഏറ്റവും വിസ്മയനീയങ്ങളുമാകുന്നു. നിന്റെ അത്ഭുതങ്ങളുടെ മഹിമയെ വർണ്ണിക്കുവാൻ പ്രാപ്തിയുള്ള വചനമില്ല. നിന്റെ ശക്തിയാൽ ശൂന്യതയിൽ നിന്ന് സകലത്തെ നീ സൃഷ്ടിച്ചു. സൃഷ്ടികളെ നിന്റെ ആധിപത്യത്തിൽ നീ ബന്ധിച്ചിരിക്കുന്നു. ലോകത്തെ നീ ശ്രദ്ധാപൂർവം പോറ്റുന്നു. ചതുർഭൂതങ്ങൾ കൊണ്ട് അതിനെ നീ സംഘടിപ്പിച്ച് സംവത്സരത്തിൻ്റെ പരിവർത്തിയെ 4 ഋതുക്കളാൽ നീ കിരീടമണിയിച്ചു. സ്വർഗത്തിലെ അദൃശ്യ സൈന്യങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കുന്നു. മാലാഖമാരുടെ ഗണങ്ങൾ നിന്നെ മഹത്വപ്പെടുന്നു. റാബേ മാലാഖമാരുടെ സംഘങ്ങൾ നിന്നെ വന്ദിക്കുന്നു. 6 ചിറകുകളോടുകൂടി ശ്രോപ്പേന്മാർ പറന്നുകൊണ്ട് നിനക്ക് ഹാലേലൂയ പാടുന്നു. കണ്ണുകളോടുകൂടി ക്രോപേന്മാർ അഗ്നിമായ സ്തുതികളാൽ നിനക്ക് വീക്കോ പാടുന്നു.
സൂര്യൻ നിന്നെ സ്തുതിക്കുന്നു, ചന്ദ്രൻ നിന്നെ പൊഴുത്തുന്നു, നക്ഷത്രങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു, പ്രകാശം നിന്നെ അനുസരിക്കുന്നു, ആഴങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കുന്നു, ഉറവകൾ നിനക്ക് ദാസ്യമനുഷ്ഠിക്കുന്നു. ആകാശത്തെ ഒരു തട്ടുപോലെ നീ വിരിച്ചു, ഭൂമിയെ വെള്ളത്തിന്മേൽ നീ സ്ഥാപിച്ചു, സമുദ്രത്തിന് മണലുകൊണ്ട് നീ അതിർത്തി വെച്ചു. ശ്വസിക്കുവാൻ പര്യാപ്തമായ നിലയിൽ വായുമണ്ഡലത്തെ നീ വ്യാപിച്ചു. നീയോ സംശയിക്കപ്പെടുവാൻ പാടില്ലാത്തവനും അനാദിയും വ്യാഖ്യാനിതനും ദൈവവുമായി സ്ഥിതി ചെയ്തുകൊണ്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ദാസവേഷം സ്വീകരിക്കുകയും മനുഷ്യരൂപം പ്രാപിക്കുകയും ചെയ്തു. കർത്താവെ, മനുഷ്യവർഗം ആകുൽക്കർസായാൽ ഉപദ്രവിക്കപ്പെടുന്നത് കാണുവാൻ നിന്റെ മഹാദേവനിമിത്തം നിനക്ക് സഹനശക്തിയില്ലായകയാൽ നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. നിന്റെ കൃപയാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നിന്റെ കരുണയെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ അടുക്കലേക്കുള്ള നിന്റെ നല്ല പ്രവർത്തനങ്ങളെ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല. നിന്റെ ജനനത്താൽ സ്വാഭാവിക ജനനത്തെ നീ അനുഗ്രഹിക്കുകയും കന്യാവൃതമുള്ള ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. നീ പ്രത്യക്ഷനായപ്പോൾ സകല സൃഷ്ടികളും നിന്നെ സ്തുതിച്ചു. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമേ, നീ ഭൂമിയിൽ കാണപ്പെട്ട് മനുഷ്യരോട് സഹവാസം ചെയ്തു. സ്വർഗത്തിൽ നിന്ന് നിന്റെ വിശുദ്ധാത്മാവിനെ ആകർഷിച്ചു വരുത്തി. യോർദാൻ പ്രവാഹത്തെ നീ ശുദ്ധീകരിക്കുകയും അവിടെ മറഞ്ഞു കിടന്ന മഹാസർപ്പത്തിന്റെ തലയെ മർദ്ദിക്കുകയും ചെയ്തു. മനുഷ്യവത്സരനായ കർത്താവേ, ഇപ്പോൾ നീ വന്ന വിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ഈ വെള്ളത്തെ ഓർത്താൻ കൃപ നൽകണമേ. ഇതിനെ അനുഗ്രഹിച്ച് അനുഗ്രഹങ്ങളുടെ ഉറവയും വിശുദ്ധിയുടെ ദാനവും പാപമോചനപ്രദമാഞ്ജലവുമാക്കി തീർക്കുമാറാകണമേ. ഇതിനെ രോഗശാന്തി നൽകുന്നതും ബലഹീനർക്ക് സഹായകരവും പ്രതികൂല സേനകൾക്ക് സമീപിച്ചു കൂടാത്തതുമായ ദിവ്യശക്തി നിറഞ്ഞതുമാക്കി തീർക്കുമാറാകട്ടെ. ഇതിൽ നിന്ന് പകർന്നെടുക്കുകയും ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന സകലർക്കും ഇത് ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയ്ക്കും വികാരങ്ങളുടെ നിർമ്മലീകരണത്തിനും ഭവനങ്ങളുടെ വിശുദ്ധിക്കും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പര്യാപ്തമായി ഭവിക്കുമാറാകണമേ. പാപത്തിൽ തഴമ്പിച്ച ഞങ്ങളുടെ സ്വഭാവത്തെ വെള്ളത്താലും ആത്മാവിലും നവീകരിച്ച് നീയാകുന്നുവല്ലോ. നോഹിന്റെ കാലത്ത് പാപത്തെ വെള്ളം മൂലം മുക്കിക്കളഞ്ഞതും നീയാകുന്നു. എബ്രായ വർഗത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് സമുദ്രജലം മൂലം നീ വിമുക്തമാക്കി. ബാലിന്റെ മാർഗവംശത്തിൽ നിന്ന് ഇസ്രായേലിനെ ഏലിയാദർശി മുഖാന്തരം അഗ്നിയാലും വെള്ളത്താലും രക്ഷിച്ചത് നീയാകുന്നു. കർത്താവേ, ഇപ്പോൾ നിന്റെ കൃപ മൂലം ഈ വെള്ളത്തെ നീ ആശീർവദിച്ച് ഇത് സ്പർശിക്കുകയോ അനുഭവിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ യഥാർത്ഥമായ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സകലർക്കും ഇത് അനുഗ്രഹവും വെടുപ്പും വിശുദ്ധിയും സ്വസ്ഥതയും സുഖവും ആശ്വാസവും ധൈര്യവും സഹായവും ആത്മികവും ശരീരവുമായ ദുർവികാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നൽകണമേ. ഞങ്ങളുടെ ദൈവമേ, സകലത്തിലും ബഹുമാനവും അവർണ്ണനീയമായ നിന്റെ നാമവും പിതാവിൻ്റെയും വിശുദ്ധ റൂഹായുടെ നാമവും ആദിമഭൂതങ്ങളാലും മനുഷ്യരാലും മാലാഖമാരാലും ദൃശ്യങ്ങളാലും അദൃശ്യങ്ങളാലും ആദരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഓശോ പറയ്ക്കുമോർ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി വെള്ളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്ലീബായുടെ ആഘോഷമാണിനി. ഓരോ ഭാഗങ്ങൾ ചൊല്ലുമ്പോഴും ദൈവമേ പരിശുദ്ധനാകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടി സ്നാനമേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രതിവാക്യമായിട്ട് ദൂതന്മാർ സേവിപ്പോനെ ഈശാനി പരിശുദ്ധ കൃപേന്മാർ
ശ്രാപികൾക്കാദി ശാർപ്പോനേ പാപികളനുതാപത്തോട് തീച്ചോതുന്നു ഞങ്ങൾക്കായി സ്നാനമതേറ്റോനേ കൃപ ചെയ്യണം. തീബയർ ഹാലൽ ചൊൽവോനേ ആത്മീയർ ശ്ലാഘിപ്പോനേ മൺമയരാഘോ ഷിപ്പോനേ വിശ്വാസിനിയാം തിരുസഭതൻ സുതരർത്തിക്കുന്നു ഞങ്ങൾക്കായി സ്നാനമതേറ്റോനേ കൃപ ചെയ്യണം. മേലുള്ളോർമ്മ നീ പോനേ മധ്യമർ കീർത്തി ുന്നോനേ ഈഴുള്ളോർക്കോ ഒന്നോനേ പാപികളനുതാപത്തോടർത്തിച്ചോതുന്നു ഞങ്ങൾക്കായി സ്നാനമതേറ്റോനേ കൃപ ചെയ്യണം. നാഥ കൃപ ചെയ്തിടണം കൃപ നാഥ കർമാർത്ഥനകളെ നീ കൈക്കൊണ്ടും കൃപ ചെയ്തിടേണം സ്തോത്രം. സൃഷ്ടാവേ തേ സ്തോത്രം പാപികളാം ദാസരിലലിയും മശീഹാരാജാവേ സ്തോത്രമോ. ബാറക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാം പരിശുദ്ധമാപ്പെടണം. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിങ്ങൾക്കറിയണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടകളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. നിനക്കുള്ള കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടാൻ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെടാനാവുന്നു. ഭാവിയുള്ള ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ സമയത്തും വെള്ളത്തെ അനുഗ്രഹിച്ച ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമായ ദൈവമേ, ഇതിനോടുള്ള സംബന്ധം മൂലം ഇതിനോടുകൂടെ ഞങ്ങളുടെ ജീവദായകനും സാരാംശം നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുമാറാകണമേ. മോറാൻ ബാലോഹാൻ ലവൽ മേ. വേനന്റെ രക്തശരീരങ്ങൾ ണമേ. നിന്റെ മഹത്വമുദി കേൾക്കണമവർ വലഭാർക്കുമോ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസമൊക്കെ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോടു കരുണയുണ്ടാകണമേ. നിവർത്തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനം നിന്നെ തുഞ്ഞാൻ സഹജമതായി മൃതിരകി കാരുണ്യമാർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയ നിവയുള്ള മഹിമാവിയലും ദൈവജനത്തിൽ കന്യകയാം മറിയാമീന്നും വേദമതന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മഷിയ നിജവൃതിയാടിവർത്തൻ മൃതിയെ മെതിച്ച് നിഗനിച്ചോനെ അപരിപാവന തൃത്വൈക സ്വർഗ്ഗാവോടൊപ്പം ജീവനും റുക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണോ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ കുരിയേലായിസോൻ കുരിയേലായിസോൻ. ധന്യൻ ചൊൽകട്ടെ നീ ദൈവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നും ആകായി പാറയ്ക്കുമോ. നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നാം അവന്റെ കൃപയാ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ ഈ വചനം വിശ്വാസ യോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായി ഇരിപ്പാൻ കരുത്തേണ്ടതിനും നീ ഇതുറപ്പിച്ച് പറയണമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്ക. ആമീനാകായി പാറയ്ക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവീൻ കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ഹല്ലേലൂയ. മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ജീവിതത്ത് നമ്മുടെ ഒരുപാട് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനെയും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ്തരായ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിന് ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഏറ്റുപറയുന്നു. യോഹന്നാനെ കുറിച്ച് ഇദ്ദേഹം വശമായിരിക്കുമെന്ന് സംശയിച്ച് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായി അവരോട് ഇപ്രകാരം പറഞ്ഞു: ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അവൻ്റെ ചെറുപ്പമുള്ള വാറഴുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും ഭക്തി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ തൻ്റെ കളകളെ വെടിപ്പാക്കി ഗോതമ്പ് മണികൾ അറകളിൽ ശേഖരിക്കുകയും പതിരുകെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. അവൻ ജനങ്ങളോടും മറ്റു പല കാര്യങ്ങളും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു.
ജനങ്ങളെല്ലാം മാമോദീസയേറ്റപ്പോൾ യേശുവും മാമോദീസ ഏൽക്കുകയുണ്ടായി. അവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാപന രൂപത്തിൽ അവനിലേക്ക് ഇറങ്ങുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന് നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ടായി. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ചേർത്തു സലിലം യോഹന്നാൻ സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മജീക നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാനിച്ചവനെയും അമ്പരവും കതിരുകൾ ചായിച്ചു താരകൾ കൂപ്പിയാറ്റിൻ നിരയോടുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറയ്ക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും മനസ്സിലമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാനാണ് ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗീയ രാജ്യത്തിനെ ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മുക്കുലഹൂനിയമോ സോദഹായ കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിയിടത്തിന് മുമ്പാകെയും ദിവ്യം സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും വായിച്ച് ഉത്തമനേ ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ദേഹികൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ ആസികളിൽ മേൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വനാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുള്ളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നേകം നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഈറേന്മാർക്കും മാലാഖമാർക്കും അദർശനായ പിതാവാൻ ദൈവമേ, തിരുവൻപാകെയും
സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകപുത്രൻ മുമ്പാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധ തൃത്വം ആവസിക്കുകയും ചെയ്യുന്നതായ എൻ്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെ കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആശ്വാസത്തിന് നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകൂലസ്മാൻ ലവൽ മിൻ. ആമീൻ. കർത്താവ് അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമാവുന്ന ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ റൂഹാദാൻ പരിശുദ്ധൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സാലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം പിതാവിനും ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തനും സാരാംശത്തെ പിതാവിനോട് സമത്വമുള്ളവനും സാലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാ വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നതിനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തൻ്റെ വലിയ മതത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ പരിശുദ്ധ ബലി ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ും കാതോലിയോ സ്ലൈഹികവുമായ ഏകവിശ്വാസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവുന്ന ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലെ എന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന
പ്രിയരേ ഇതു കരുണയോടെയും അനം നൽകും സമയം സകലത്തിന്റെ ഉടയനായ ദൈവമേ, നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരാ ഞങ്ങളെ ഈ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനും അതിൻ്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറയ്ക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൂരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെ സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിലൊടൊന്നായിരിക്കുന്നവനും അതിൻ്റെ റൂഹായുടെ കൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും നീക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വഴിതെറ്റിപ്പോയി ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായ മഹത്തായ തൻ്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമില്ലാത്ത ഈ വലിയ അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങൾ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനും അതിൻ്റെ റൂഹായിക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും തത്വവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ ഒന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുള്ള ബലി കാലത്തിൻ്റെയും മുഴുവനായി പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണിക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരുടെയും മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമി സമുദ്രങ്ങളും
സ്വർഗീയ ഊർസ്ലേമിൽ പെരുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും റീഷേൻ ഹോസേന്മാരും സുൽത്തോനന്മാരും മൗത്തുവേന്മാരും മോറാവോസേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു നിന്ന് കാതീശ് പാടുന്നവരായ 6 ചിറകുള്ള ശ്രോപ്പേന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവരെ നമുക്കും മഹത്വപ്പെടുത്താം. വം കദിശിൻ ഖോയേ ഒമറേ. പരിശുദ്ധൻ 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 പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ നൽവോലം വൽമിൻ. അപ്രകാരം തന്നെ കാസായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി അവരോട് നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ നൽവോലം വൽമിൻ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ട് ഇതുവരെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ എന്ന് താൻ കൽപ്പിച്ചു. അതാമോ ദോസേനോ. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ നിന്റെ ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണം. കർത്താവേ, നിന്റെ മരണത്തെയും 3-ാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ 2ാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പണമില്ലാത്ത ബലിയെ ഞങ്ങൾ നിന്നെ കണക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശമായി ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാഭോ കാതമറോ. സർവശക്തിയുള്ള പിതാവാദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭാഗ്യമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ളവരിൽ പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു.
നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളി ഏതോ നീ എന്നോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരവുമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായി പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ രക്തവുമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീര ദേഹികളെ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാദികൾക്ക് ആക്രമിക്കുവാൻ സാധ്യമില്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വിപരീതികളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോട് നാരിക്കുന്നതിനുമായ എൻ്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിക്കുകയും സ്തോത്രം ചെയ്ത് സമർപ്പിക്കുകയുമാറാകണമേ. ഹോശോ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധതകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ തീമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ചേ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളും ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ വന്നിരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോട് നാരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ബറയ്ക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാവപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തിലും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തോട് നാരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകൂലസ്ബാൻ
ലവൽമിൻ. ബറയ്ക്കുമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായം ചെയ്യാൻ നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായി നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ലവൽമിൻ. ബറയ്ക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദീന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജവാനന്റെ മുന്നോട്ടക്കാരനുമായ മറിയൂഹാനും ഉന്മാബ്ദാനായി ഷമാഷന്മാരിൽ പ്രധാനിയും സഹദീന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ശേഷം സാര ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾ കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പെരുത്തപ്പെട്ടിരിക്കുന്ന അതിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുൻപാകവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങൾ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നൽകണമേ. ആയത് നിന്റെയും നിന്റെ ജനകനായ ജാതന്റെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ പരിശുദ്ധ റൂഹായുടെ കൃപയാലും കരുണയാലും സാധിക്കണമേ. ഹോശോ ലവൽമിൻ. ുമ്പോൾ സ്ലൈംഗികവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായ ശുദ്ധിമാന്മാരുടെ തലത്തെ ശുദ്ധയോടെ മുൻകൂട്ടി പ്രാപിച്ചു ശ്രമിക്കുന്നവരെ നിക്കായാലും കുത്തന്യനോപ്പോസിലും പോലീസിലും എഫസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുനോസുകളെയും അവയിലുള്ള നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരായി ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹോദായുമായ യാക്കോബും ഇഗ്നാസിയോസും ക്ലീമീസും ദമനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബാസേലിയോസും ഗ്രിഗോറിയോസും ദിയൽക്കോറോസും തിമോത്തിയോസും പീലക്സിനോസും തിമോസും യാവാനിസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ ശിവശിയായുടെ മിശാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരമായ പ്രത്യേകനായ മാർ കൂറിയലോസും സുര്യാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വ മുഴുവൻ്റെയും വേഗമുള്ളതായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചുനായി ഞങ്ങളെ പാത്രിയസ്കീസുമാർ സേവരിയോസും സത്യവിശ്വാസത്തിലെത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസാക്കും മാർ ബാലായിയും ദുഃഖിതന്മാർ തലവനായ മാർ ബർസോമായും മാർ ശമോന്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബായും യൽദോമാർ ബാസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി
ഇവരുടെ മുമ്പ് ഇവരോടുകൂടെ ഇവരുടെ മുമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ നിന്റെ പരിശുദ്ധതാവും ഐശ്വര്യമായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളെ ആത്മാക്കളെ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതികളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നീക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ ലവൽമിൻ അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്വായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശീഹായോട് ധാരാളമായി തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഖുറേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. ഖുറേലായിസോൻ, ഖുറേലായിസോൻ, ഖുറേലായിസോൻ. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനാദേവുമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങൾ ഇന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവധിയിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ മായ്ച്ചു കളയണമേ. അവരുടെ ശിക്ഷാവധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും മറുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ച് ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെടുന്നതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായോടുകൂടെ സ്തുതിക്കപ്പെട്ട് പോഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ തന്റെ തിരുനാമം പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി തലമുറവരെയും ലോകങ്ങളോളം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരുടെയും മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 277. സ്കറിയാദാനെ yen യുഗാനോ ആറ്റിന്തി രദോഷ
ബലവാനി മാമോദി സായികാഗതനായി കാർത്തന്മാ മോദിസായിക്കും യോഹാനോൻ സാക്ഷി പാനും താതന്മൽ പ്രിയപുത്ര നിവ എന്നോദാൻ വാനിലുമേത്തി സ്നാനം ഞാൻ നീരിൽ നൽകും പിൻഗാമി വിശുദ്ധാത്മാവിൽ സ്വസ്നാന തേ പ്രതിയേവം സ്കറിയാബു ത്രേൻ ഘോഷിച്ചു രൂപവിഹി നോ സ്നാനാർത്ഥം വന്നാത്മജനും പ്രാവുസമാനം മൂർധാവിൽ മേവിയറോ ഹായ്ക്കും സ്തോത്രം അൻപുടയോ നീൻ വാതിൽ മോടുന്നു ദാസർനാദം ആവശ്യ താല്യാജിക്കോ അടിയാറ് തള്ളിടല്ലേ അലിവോടുഷി ഷേജടിയാരേ ആരിസം നീ കേഗേണമേ വാതിൽ തുറ നീ പ്രാർത്ഥനയിൽ നാദോങ്കേ ടേകിടണമേ നിന്നെ വിളിക്കുന്നേ നാദ നിന്നോദവേ യായ് ബലഹീന നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാജി പോകളെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, ക്രോപേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപേന്മാർ നിനക്ക് കാതീച്ചു പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനായ നിനക്ക് അർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാകുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടി സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാജ്ഞം ദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളാവുന്നു. ആമീൻ. ദൈവമായ കർത്താവേ, അസ്തീനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുഖുലസ്ബാൻ ലവൽമിൻ ആമീൻ. മറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യമോറണക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകും നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കാ പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുൻപാക തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ എല്ലാവരുടെയും ശരീരാത്മദേഹങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ രക്ഷിതാമായ മശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമാൻ്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുഖുലസ്ബാൻ ലവൽമിൻ ആമീൻ. മറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവസോറഹമേ, പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാഥിന്ദവും വന്ധ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരുടെയും മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറേക്കുമോ പൈതോടും വിറലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏറുവായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ശുഭഹോ ഒന്നായിരിക്കുന്നതും പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമീൻ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമീൻ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതർന്നായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചാതാതൻ മാരെയോർഗേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിയെ ജന്മ സിദ്ധന്മാരെന്നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേ കീടും മുറിയോരാഹേന്മേലൈനുവതാരൻ. ഇന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരശൻ മോഹിപ്പാൻ ഹാലേലൂയ
ലൂയ നിൻ ജനമോർക്കായിക പിതൃഗണവും പാർക്കുമോ والروح قديس മൂലം വാദാമുൽമൂലം വൽ മീനാമി പുകഴ്ച ഭാജനമേ നിന്നുദിച്ചോരീകസുതൻ തൃക്കരണങ്ങളിൽ അലിവാതൻ പക്കലപേക്ഷണക്കേണം സ്തൗമൻ കാലസ്കുറിയിലായിസോ മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനുകോട്ട പാറയ്ക്കുമോ ദൈവപ്രസവിത്രി കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറായിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്ഥിക്കാം നീതിമാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ والروح قديس ഒരുപോലിങ്ങും മാർ ഗ്രിഗോറിയോസുണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി പ്രാർത്ഥനയിൻ സമയമീതല്ലോ പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാർത്തേണം മാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതരും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേലുയ്യ ഹാലേലുയ്യ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും പാർക്കുമോ മെൻപോലം വാദാമുൽമൂലം സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സ്തൗമൻ കാലസ്കുറിയിലായിസോ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദികരിൽ പിൻചൊല്ലും നീറേന്മാർ ദേവാകാരി പാർക്കുമോ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരി നിന്നാഗമനമാനാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ മുറിയോറായിൻ മേലൈനുവാദാറേൻ ആചാര്യേശാമശിയാകൂദാശ ശകളർപ്പിച്ചോ രാജാര്യന്മാർ
കേകുക പുണ്യം നാഥാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാളുകളോ ഹാലേലൂയ്യ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരതിൻ ജീവാസ്വരമതുണർത്തണമേ. കബറീനു ധ്യാനത്തിനായി ലോകം നിന്നധികാരം താനെങ്ങും സ്ലീബായാൽ ജീവിതരീക്കാ തൻപാൽമു തിമൃതർക്കേകാപാർക്കുമോ. മൃതജീവപ്രാദനെ കബറി നീറ്റിടുന്നു നീ നിൻ പ്രേക്ഷകതാതനുമാമലൻ റൂഹായ്ക്കും ഹാലേലൂയ. മുറിയോറായിൻ മേലൈനു ആധാരേൻ പരമാതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാത്തായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. ജഗനുര ചെയ്താൻ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ ഇതനല്ലോ ഗാത്രം ഭക്ഷണമാം രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യോ ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമിഴും രക്തശരീരങ്ങൾ ലോകാലോകങ്ങൾ കൂടെയവനായ തമ്പുരാനേ, രോഗവും പാടുലെങ്കിൽ മനുഷ്യസുതനോ ലാക്രോവേന്മാ കൊണ്ടത് നൂനം ലോകങ്ങൾ തമ്പുരാനേ, ലോകവും വരുടെ മോദിക്കണമേ. ഹാലേലൂയ ഹാലേലൂയ.
നാം അട്ടസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന അവിടുത്തെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് നേക്ക് ഞങ്ങളുടെ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ എൻ്റെ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായി യേശുമശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാടും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ശുഭഹോലോക് മോറൻ മാലോഹായ് ലവൽമീൻ മോറാനേശുമശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പാടും കബറടഞ്ഞു ശരണം നീ മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, എൻ്റെ സ്വർഗീയവനെ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടുകൂടിയോ ഹീമവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായി റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും വിസ്മയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെ നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിലൊന്നായിരിക്കുന്നതിനുമാ നിന്റെ റൂഹായിക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
ഓശോ ബമുകുലസ്മാൻ ലവൽ മിൻ ആമീൻ ബാറേക്കുമോ. ദൈവതനൂജൻ മാമോദീസ ഏറ്റൊരു നാളിൽ ദൈവിക ദീപ്തി പൊരുളാം തൃത്വം വെളിവായി വന്നു. മാമകവത്സല സുതനിവനെന്നൊരു വചനം കേട്ടു. സ്നാനസുതന്മേൽ പ്രാവിൻ വടിവിൽ റൂഹ നിന്നു. ഈശോ മശിഹാ സ്നാനം ദാസകരത്താലേറ്റു. തന്നുടെ സൃഷ്ടിക്കുള്ളൊരു മലിനതമായി ചോനെ ഞങ്ങളുടെ ദേഹം ദേഹികളെല്ലാം പാവനമാക്കി. കാളും കാന്തിയോടുൾത്തളിർ തന്നിൽ പാർത്തരുളണമേ. മശിഹായുടെ റൂഷ്മാ മാമോദീസായ സംഭ്രാപിച്ചോരാൻ തൃപ്പാവനുതനു ഭക്ഷിച്ച് പുണ്യനീണം പാനം ചെയ്തോർ പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനുടേറി ധൂളികൂടെ ഞതിതേജോ വസ്ത്രം ചാർത്തിയിടും. സെലോൻ ബസ്ലോമോ അഹായൻ ഹബീബായി എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപോനിഹരപ്രദമായ പരിശുദ്ധ ബലിപീഠം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപകൾക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും വാങ്ങിപ്പോരും ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ. ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. വിശ്വാസികളായി നിങ്ങൾ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകും ദാസൻ. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം കണ്ടെത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. എന്നാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.